എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മധുരമിഠായി യൂട്യൂബ് ചാനലിൽ തച്ചമ്പാറ ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ തരുന്ന സഹകരണത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുവെന്ന് എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ലൈക്ക് ചെയ്യൽ. കമൻറ്റ് ചെയ്യാൻ മറന്നാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇടുന്ന വീഡിയോ അപ്പോൾ തന്നെ മെസ്സേജായിട്ട് കിട്ടും. പലരും ചോദ്യമുണ്ട്, നിങ്ങൾ വീഡിയോ ഇടുന്നില്ലേ? കാരണം മെസ്സേജായി കിട്ടണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് തൊട്ടുമുള്ള ബെല്ലൈക്കണിൽ കൂടി പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. എന്തായാലും തുടർന്നും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. ഞങ്ങളുടെ പുതിയ അതിഥി ഇതാ നിങ്ങൾ. തച്ചമ്പാറയുടെ പ്രാദേശിക ചരിത്രാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്ന പുതിയ ഒരു അതിഥിയാണ്. കുഞ്ഞിക്കിലടി തറവാടിലെ ഏറ്റവും കാരണവരായിട്ട് ഇപ്പോൾ ഉള്ള വ്യക്തിയാണ്. നമുക്ക് അത് ആരാന്നൊന്ന് നോക്കാം. കുഞ്ഞിക്കിലടി തറവാട്ടിലെ കാരണവരായ പറങ്ങോടേട്ടനാണ് ഇന്ന് നമ്മളുടെ അതിഥി. നമുക്ക് അറിയേണ്ടത് എന്താ, ഞങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ. നമ്മുടെ പഴയ കാലത്തുള്ള തച്ചമ്പാറയുണ്ടല്ലോ, തച്ചമ്പാറ, അതുപോലെ കുന്നത്തുകാവ്, നമ്മുടെ കുറ്റമ്പാട്, അങ്ങനെ കുറേ ഭാഗങ്ങൾ ഉണ്ട്. അന്നൊക്കെ വികസനമൊക്കെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്തുള്ള ആ പ്രദേശങ്ങളെപ്പറ്റി, തച്ചമ്പാറയെ പറ്റിയിട്ടുള്ള ഒരു അറിവുകളൊക്കെ ഉണ്ടല്ലോ, കാരണവന്മാർ പറഞ്ഞിട്ടോ നിങ്ങളുടെ അനുഭവത്തിൽ കൂടെയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരുമോ? എൻ്റെ പേര് പറങ്ങോടൻ കുഞ്ഞിക്കിലടി. എൻ്റെ ഓർമ്മയിൽ പഴയ കാലത്ത് ഒരു ചന്തയുണ്ടായിരുന്നു, ചന്ത. ഒരു ഷെഡുമായിക്ക് രണ്ട് സൈഡും ഒഴിച്ചിരുന്ന സൈഡിൽ കൂടെ ഷെഡ് വെച്ചിട്ട് അതിൽ ഒരുപോലെ ഷെഡായിരുന്നു അന്നാണ്. അത് ആണ് മീൻ കടക്കാരും ഇപ്പോൾ വീട്ടിലൊക്കെ പോകാനുള്ള കൂട്ടം എല്ലാവരും കച്ചവടത്തിനായിട്ട് ഇറങ്ങി വന്നിട്ടുള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെ സാധനം വാങ്ങാനൊക്കെ പോകുമായിരുന്നു. ആ സമയത്ത് അവിടെ കെട്ടിയന്മാർ പപ്പടം കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ ഈ മാലമുട്ടൻ അവിടെ ഈ പഴയ കാലത്തെ കാലസാമാനങ്ങൾ, അതായത് ഇത് ഇപ്പോഴത്തെ നമ്മളെ മിക്സറുമായിട്ടുള്ളതാണ് ഉണ്ടായിക്കൊണ്ട് പൊതിഞ്ഞ് 6 നമ്പർ അവിടെ വന്നിട്ടാണ് സാധനങ്ങൾ ആൾക്കാർ വാങ്ങിക്കൊണ്ടുപോകല്ലേ. പിന്നെ അന്ന് കാലത്ത് അച്ഛന്മാർ ഈ പറഞ്ഞ തന്നെ അന്നത്തെ പൊടി പേപ്പറൊന്നുമല്ല, അന്ന് പ്ലാസ്റ്റിക്കും അല്ല, അന്ന് തേക്കിൻ്റെ ഈ പൊതിഞ്ഞു കൊടുക്കാൻ ഈ വട്ടലല്ല അതൊക്കെയാണ് പൊതിഞ്ഞോട് സാധനങ്ങളൊക്കെ അങ്ങനെ. അന്ന് എല്ലാം കൊണ്ടിരുന്ന് ചാക്കിൽ കൊണ്ടിരുന്ന ചാക്കിൻ്റെ ഉള്ളിൽ പായ ഉണ്ടാവും. ശരി. കരിമന പറയുന്ന ഒരു പായ ഉണ്ടാക്കി വെച്ച് വെല്ലപ്പായുടെ ഉള്ളിൽ, അതാണ് വെല്ലപ്പായ എന്നാ പറയുക. ആ ചാക്കിൻ്റെ ഉള്ളിൽ പായ വെച്ച് അതിൻ്റെ ഉള്ളിൽ ചുറ്റി വെച്ചിട്ടാണ് വെല്ലം കൊണ്ടുവരുന്നത്. ശരി. അത് ഈ ചാക്കിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ചാക്കിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഓല വെച്ചിട്ട് ഓല മറിഞ്ഞിട്ട് ആ പായമാരിക്ക് ഉണ്ടാക്കുകയാണ്. അതിലാണ് ഇത് കൊണ്ടുവരുന്നത്. ഇറക്കലും കൊണ്ട് കടകളിലേക്ക് അതിനാണ് ആ ആവശ്യക്കാർക്ക് പോയിട്ട് റാത്തലിൽ ചോദിക്കുന്നത്. അന്നത്തില്ല, ഒന്നും കിലോ അല്ല, അന്ന് റാത്തലാണ്. അന്ന് ഈ പറഞ്ഞ തന്നെ അന്ന് പൈസ അല്ല, അന്ന് 3/4 അണ അങ്ങനെയുള്ള രീതിയാണ്. എനിക്ക് പുതിയ സമയത്ത് 3/4 എനിക്ക് പുതിയൊക്കെ എൻ്റെ അന്ന് ചില്ലി എന്ന് പറഞ്ഞില്ല, ചില്ലി കണ്ടിട്ടുണ്ട്, ചില്ലി ഉപയോഗം നമുക്ക് കാണുന്നില്ല. നമുക്ക് 3/4, അതായത് അന്ന് ഓട്ടമുക്കാലുണ്ട്, മറ്റേ ഓട്ടില്ലാത്ത മുക്കാലുണ്ട്. 2 മുക്കാല്. അത് ഇപ്പോഴത്തെ 5 പൈസ ഉണ്ടായിരുന്നു, അതേമാതിരി 2 മുക്കാലിൻ്റെ സേഫ്, 5 പൈസ സേഫാണ്. അതേമാതിരി തന്നെ ഒരണ പറയുന്നത്, ഒരണ നമ്മൾ ഇപ്പോഴത്തെ 10 പൈസ ഷേപ്പിൽ പിന്നെ 2 അണ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ 5 പൈസയുടെ രൂപത്തിൽ തന്നെ കുറച്ചുകൂടി വലിപ്പം കൂട്ടിയിട്ട് 2 അണ. അതേമാതിരി പിന്നെ നമ്മൾ 4 അണ, 4 രൂപ എന്ന് പറയുന്നത് അതിപ്പുറത്ത് 4 അണയാണ്. ശരി. അതേപോലെ തന്നെ അതിന്
ചില നാരണയ്ക്ക് തലയുണ്ടാവും. ഓ അത് അത് ശരി. ചില കാലണ നാലണയ്ക്ക് ചിലതിന് തലയുണ്ടാവും, ചിലതിന് മറ്റേ നമ്മളിപ്പോഴത്തെ ചിഹ്നമുണ്ടല്ലോ ആ ചിഹ്നമായിരിക്കും. ഓ അത് ശരി. എന്നാലും പിന്നെ എട്ടണയാണ്. എട്ടണി ഈ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഉറുപ്പ്യ എന്നാ പറയുക. 50 പൈസ അല്ലേ? 50 പൈസ. 50 പൈസയാണ്. 4 ഉറുപ്പ്യ എന്നാ പറയുക. ഓ